കുറച്ച് കടലപ്പൊടി ഒരു പാത്രത്തിലിട്ട് കൊടുക്കാം. കുറച്ച് അരിപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്യാം. നമ്മൾ ദോശേൻ്റെയൊക്കെ ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കൂലേ, ദോശേൻ്റെയൊക്കെ ഒരു പരുവത്തിൽ വരെ ഇളക്കി നമുക്ക് ഒഴിച്ച് പരത്താൻ പാകത്തിനൊന്ന് സെറ്റാക്കി വെക്കണം. കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഒന്നുകൂടി നല്ലതുപോലെ ഒന്ന് ഇളക്കുക. ഇപ്പോൾ നമ്മളെ മാവൊക്കെ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നമുക്കൊരു ദോശക്കല്ലിൽ ഇതേപോലെ നമ്മൾ സാധാരണ ഉഴുന്ന് ദോശയൊക്കെ ഉണ്ടാക്കുമല്ലോ, അതേപോലെ തന്നെ ഒഴിച്ചിട്ടൊന്ന് പരത്തിയെടുക്കണം. നമുക്കിതിലേക്കൊരു ചട്നി ഉണ്ടാക്കണം. അതിനായിട്ട് തേങ്ങ, പച്ചമുളക്, നമ്മളെ ദോശയൊക്കെ ഒന്ന് ഒരു സൈഡ് വെന്ത് വന്നിട്ടുണ്ട് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. പച്ചമുളക്, കൊത്തമല്ലി, കരിവേപ്പില, പുതിന, കുറച്ച് പൊട്ടുകടല ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ നൈസാക്കി ഒന്ന് അരച്ചെടുത്തിട്ട് വരുന്നുണ്ട്. നമ്മളെ ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് കുറച്ചും കൂടി ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് ഇതൊന്ന് വറവ് ചെയ്തെടുക്കണം. കടുക്, കരിവേപ്പില വെളിച്ചെണ്ണയിലൊന്ന് വറവ് ചെയ്തെടുക്കുക. ഇത്രയുള്ള ചട്നിക്ക് പണി. നമ്മൾ ദോശയെല്ലാം ഇവിടെ റെഡി ആയിട്ടിട്ട് നമ്മൾ 2 ദോശ ഇട്ട് കൊടുത്തിട്ട് കുറച്ച് ചട്നി വെച്ചിട്ട് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കാനൊക്കെ നല്ല അടിപൊളി ടേസ്റ്റാണ്. എളുപ്പത്തിലാവും ചെയ്യും. നമ്മൾ തലേന്ന് നിന്നും റെഡിയായി വരണ്ട.